കഥയെ ആരംഭിക്കുന്നത് അല്പം പ്രായമെത്തിയ ഒരു കപ്പിൾസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒറ്റപ്പെട്ട ഒരു വഴിയിലൂടെ ഇരുവരും കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുവരും വലിയ സന്തോഷത്തിലാണ്. റിട്ടയർമെന്റ് ജീവിതം അവർ ആരംഭിക്കാൻ പോകുന്നു. ജീവിതത്തിലുടനീളം കഴിഞ്ഞ കുറെ നാളുകൾ, കഴിഞ്ഞ കാലങ്ങൾ പലവിധ കഷ്ടതകളിലൂടെയും അവർ കടന്നു വന്നതാണ്. അതിന്റെയൊക്കെ പ്രതിഫലം കിട്ടാൻ പോകുന്നു. പുതിയൊരു ജീവിതം, റിട്ടയർ ചെയ്ത് ജീവിതത്തിന്റെ ആഘോഷ നിമിഷങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുന്നു. അവരിരുവരും സംസാരിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരുവിധം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വതന്ത്രമായി എന്തു വേണമെങ്കിലും ചെയ്യാം. അവർ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം അവർക്ക് കൈവന്നിരിക്കുന്നു. അവരുടെ സംസാരം അങ്ങനെ തുടർന്നുപോയി. അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചു പോകുമ്പോൾ ആ കപ്പിൾസിലെ വൃദ്ധനായ ഭർത്താവ് ഭാര്യയുടെ കൈപിടിച്ച് ചുംബിച്ചു. പെട്ടെന്നായിരുന്നു എതിരിലൊരു വാഹനം വന്നത്. വണ്ടി നിയന്ത്രണം വിട്ടു, അപകടത്തിൽപ്പെട്ടു. വൈകാതെ പോലീസ് അടക്കം എത്തിച്ചേർന്നു. അപകടത്തിൽപ്പെട്ട് അവരിരുവരെയും നേരെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതീക്ഷയുള്ളൊരു ജീവിതം തുടങ്ങാൻ അവർ കാത്തിരുന്ന സമയത്ത് ഒരപകടം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വൈകാതെ അവർ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. കഥ അവിടെ നിന്നും 1964 പോകുന്നു. കാലിഫോർണിയയിലെ ഒരു എയർഫോഴ്സ് ബേസ് ക്യാമ്പ്, അതൊരു മിലിറ്ററി അക്കാഡമിയും കൂടിയായിരുന്നു. സുന്ദരന്മാരായ 3 യുവാക്കളെ നമ്മൾ കാണുന്നു. അവരെന്ന ക്യാന്റീനിൽ ഭക്ഷണമെടുക്കാൻ എത്തിയിരിക്കുകയാണ്. കൂട്ടത്തിലെ ഒരു പയ്യൻ ഭക്ഷണമെടുത്ത് മുമ്പോട്ട് നീങ്ങുമ്പോൾ സെർവ് ചെയ്യാൻ നിന്നിരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്ത് അവന്റെ കണ്ണുകൾ ഉടക്കി. അത്രമേൽ സൗന്ദര്യവതിയായ, കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിച്ച ഒരു മുഖം. അവൻ ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. അവനിങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുന്നത് ആ പെൺകുട്ടിയും ശ്രദ്ധിച്ചിരുന്നു. അവൾ തന്നെയാണ് ആ നോട്ടത്തിന് ഒരു വിരാമം കുറിപ്പിച്ചത്. നിങ്ങൾക്ക് കിഴങ്ങ് വേണോ എന്ന് അവൾ തിരക്കി. ഓ പിന്നല്ലാതെ, കിഴങ്ങുകൾ എനിക്കൊരുപാട് ഇഷ്ടമാണ് എന്നായിരുന്നു അവന്റെ മറുപടി. അവൻ പിന്നാലെ അവളോട് ചെറിയ തോതിലൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ, മറ്റുള്ളവർ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ അവൻ മുന്നോട്ട് നീങ്ങി. അതൊക്കെ കണ്ട് അവിടുള്ള മറ്റുള്ളവർ ചിരിക്കുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ നമുക്ക് നാളെ കാണാം എന്നവൻ പ്രത്യേകം ആ പെൺകുട്ടിയോട് എടുത്തു പറഞ്ഞു. ആ പെൺകുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്ത് സ്വാഭാവികമായ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു വന്നത്. അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആ പെൺകുട്ടി തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവൾ എത്തുമ്പോൾ അവിടെ കസേരയിൽ അവളുടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. അച്ഛൻ മകളോട് അവളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന മട്ടിൽ അവൾ പറഞ്ഞതും, എന്താണ് മിലിറ്ററി അക്കാഡമിയിലെ ഏതെങ്കിലും പയ്യന്മാരെ നീ ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് അദ്ദേഹം കടക്കുകയും ചെയ്തു. ഇല്ലെന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ നീ ഒരിക്കലും അക്കാഡമിയിലെ ഒരു പയ്യനെയും മിലിറ്ററി ബേസുള്ള ഒരാളെയും ഡേറ്റ് ചെയ്യരുത്. അവർക്ക് കുടുംബത്തോടൊന്നും അത്ര കരുതലുണ്ടാവില്ല. ഇപ്പോ ഉള്ളവരാണെങ്കിലോ ഒരു അന്തവും കുന്തവും ഇല്ലാത്തവരാണ്. നിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് കൺസേൺഡ് ആണ്. ഇവന്മാരാരും എന്റെ മോൾക്ക് ചേരില്ല. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. വൃദ്ധരായ ദമ്പതികൾ അപകടത്തിൽപ്പെട്ടിരുന്നല്ലോ. അവരിപ്പോൾ ആശുപത്രിയിലാണ്. അതിലെ ഭാര്യയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു. ഡോക്ടറെത്തി ഭാര്യയോട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ ഭാഗ്യവതിയാണ്. ഇത്ര വലിയൊരു അപകടം നടന്നിട്ടും നിങ്ങളുടെ തോളിന്റെ സ്ഥാനമൊന്ന് തെറ്റിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നാലെ അദ്ദേഹം ദുഃഖസൂചകമായ ആ കാര്യം കൂടി പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം അത്തരത്തിലൊന്നുമല്ല. അദ്ദേഹത്തിന് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. നിരവധി ശസ്ത്രക്രിയകൾ വേണ്ടിവരും. ഇപ്പോൾ അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലാണ്. നിലവിലിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷന് ശേഷം വിശദമായി സംസാരിക്കാം. അത് കേട്ടതും ആ ഭാര്യയാകെ തകർന്നു പോയിരുന്നു. ഭാര്യയായ സ്ത്രീ ആശുപത്രിയിൽ തുടർന്നു. ഒരു സ്വപ്ന ജീവിതം മുമ്പിൽ കണ്ട് യാത്ര തിരിച്ചവരായിരുന്നു അവർ. അതിപ്പോൾ ഈയൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി തന്റെ ഭാവി എന്താകും എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കെ അങ്ങോട്ടേക്ക് അവരുടെ മകൾ കടന്നു വന്നു. മകൾ വിവരങ്ങൾ തിരക്കി. അച്ഛനെപ്പറ്റി ചോദിച്ചു. തനിക്കറിയാവുന്ന വിവരങ്ങൾ അവർ മകളോട് പങ്കുവച്ചു. മകളും വിവരങ്ങൾ കേട്ട് ഒന്ന് ഷോക്കായിരുന്നു. പിന്നാലെ ഇരുവരും പ്രാർത്ഥനയിലേക്ക് കടന്നു. അവരങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവരുടെ മൂത്ത മകൾ കടന്നു വന്നത്. വിവരമറിഞ്ഞ് അവളും ഞെട്ടിയിരുന്നു. അവൾ പിന്നാലെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഡോക്ടേഴ്സ് അച്ഛനെ രക്ഷിക്കാൻ പറ്റുന്നതത്രയും ചെയ്യുന്നുണ്ടോ, അതോ അവർ വെറുതെ ഉടായ്പ കാണിക്കുവാണോ എന്ന സംശയമൊക്കെ മൂത്ത മകൾക്ക് തോന്നിയിരുന്നു. ഇളയ മകളും അമ്മയും ചേർന്ന് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പ് ആശുപത്രിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അവൾ താനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഭാഗത്തേക്ക് ചെന്നു. കഥ അവിടെ നിന്ന് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പഴയ അതേ കഫറ്റീരിയ തന്നെ, അതേ ക്യാന്റീൻ. അങ്ങോട്ടേക്ക് എയർമാനായ പയ്യൻ കടന്നു വന്നു. പതിവ് പോലെ ആ പെൺകുട്ടി സെർവ് ചെയ്യാൻ നിൽക്കുന്നുമുണ്ട്. ഇത്തവണ അവളെ ഇഷ്ടമാണ് എന്ന കാര്യം അറിയിക്കാൻ അവൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. നിന്റെ മുടി കെട്ടിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊരു സൂചനാ രീതിയിൽ അവൻ അവളോടായി പറഞ്ഞു. പക്ഷെ അവന്റെ നീക്കങ്ങളെ അവൾ ഒറ്റയടിക്ക് തടയുകയാണ്. ഞാനെന്തായാലും മിലിറ്ററി അക്കാഡമിയിലെ ഒരു പയ്യനെ ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നവൾ തീർത്തു പറഞ്ഞു.
അവൻ തിരികെയൊന്നും പറഞ്ഞില്ല. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. It's not gonna happen. Oh, you say that now. അവൾ പ്രതീക്ഷിച്ചത് അതവന്റെ ഈഗോയെ ഹർട്ട് ചെയ്യുമെന്നായിരുന്നു. പക്ഷെ ആ പയ്യനാകട്ടെ ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അവൻ പുഞ്ചിരിയോടെ കേട്ടതും വാങ്ങി തന്റെ ഭക്ഷണവും എടുത്ത് ടേബിളിലേക്ക് പോയി. കാര്യം എന്തെന്നാൽ അവനും അവന്റേതായ ചിന്തകളുണ്ടായിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണല്ലോ, അവളുടെ തീരുമാനങ്ങൾ മാറാമല്ലോ, അവൾ എന്നെ ഡേറ്റ് ചെയ്യും, ജീവിതം കളർഫുള്ളാകും എന്നുമൊക്കെ അവൻ പ്രതീക്ഷിച്ചു. ജാൻ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ കോവർക്കറിനൊപ്പം ഇരുന്ന് അവൾ സംസാരിച്ചു. ആ പയ്യനെ പറ്റിയായിരുന്നു പ്രധാന സംസാരം. അവന്റെ പേര് സ്റ്റീവ് എന്നായിരുന്നു. കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തക അന്ന് ജാനിനോട് ചോദിച്ചു, നിനക്ക് ആ പയ്യനെ ഇഷ്ടമാണോ? അവനെ കാണാൻ എന്തൊരു ഭംഗിയാ, അവനെത്ര ഭംഗിയുണ്ടായിട്ടും കാര്യമില്ല. ഇനി എനിക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ അച്ഛൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് എന്നോട് മിലിറ്ററി അക്കാഡമിയിലെ ഒരു പയ്യനെ പോലും ഡേറ്റ് ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. വീണ്ടും സ്റ്റീവ് ഭക്ഷണമെടുക്കാൻ അടുത്ത അവസരത്തിലെത്തി. ഇത്തവണ ഒരു പടി കൂടി കടന്ന് സ്റ്റീവ് പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ പുറത്തു പോവാൻ താല്പര്യമുണ്ട് എന്ന് ഞാൻ കേട്ടല്ലോ. ഉടനടി ജാൻ തന്നോട് മുമ്പ് സംസാരിച്ച ആ സഹപ്രവർത്തകയെ നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ സ്റ്റീവിനെയും. സ്റ്റീവ് പറഞ്ഞു, നിന്റെ മുടി കെട്ടിയിരിക്കുന്നത് കാണാൻ വീണ്ടും ഭംഗിയായിട്ടുണ്ട്. അവൾ പക്ഷേ അപ്പോഴും അവനോടൊന്നും പ്രതികരിച്ചില്ല. അത്ര മനോഹരമൊന്നുമല്ലാത്ത ഒരു നോട്ടമായിരുന്നു അവനെ നോക്കിയതും. പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. ഞാനിനി തിങ്കളാഴ്ച വരുമ്പോൾ നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൻ ഭക്ഷണമെടുത്ത് ടേബിളിലേക്ക് പോയി. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൾ തന്നെ നോക്കിയാണോ പുഞ്ചിരിക്കുന്നത്, അതോ പറഞ്ഞ കാര്യം കേട്ട് ഒന്ന് ചിരിച്ചു പോയതാണോ എന്ന സംശയം അവനിൽ നിറഞ്ഞു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് തിരികെ വരുന്നു. ആശുപത്രിയിൽ സർജറിയൊക്കെ കഴിഞ്ഞിരുന്നു. ഡോക്ടർ എത്തിയ അമ്മയോടും മക്കളോടും അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചെന്ന് കാണാമെന്ന് പറഞ്ഞു. അവർ മൂവരും അവരുടെ പ്രിയപ്പെട്ട ആ വ്യക്തിയെ കാണാൻ മുറിയിലേക്ക് കടന്നു ചെന്നു. അദ്ദേഹത്തെ കണ്ടതും അവരുടെ കണ്ണു നിറഞ്ഞു പോയിരുന്നു. സാരമായി പരിക്കേറ്റ് ശരീരം മുഴുവൻ ബാൻഡേജുകളാൽ ചുറ്റി കമ്പികളൊക്കെ ശരീരത്തിൽ കുത്തിയിറക്കി ജോയിൻ ചെയ്യാൻ വേണ്ടി വെച്ച അവസ്ഥയിൽ അദ്ദേഹം ഒരുപാട് വേദന അനുഭവിക്കുന്ന അവസ്ഥയിലായിരുന്നു അവർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അദ്ദേഹത്തെ ആ ഒരു അവസ്ഥയിൽ കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ശക്തനായി നിന്നിരുന്ന ഒരു മനുഷ്യൻ, അവരുടെ പ്രിയപ്പെട്ട മനുഷ്യൻ, അദ്ദേഹമാണ് ആ ബെഡിൽ അങ്ങനെ കിടക്കുന്നത്. കഥ അവിടെ നിന്നും വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. സ്റ്റീവ് പലപ്പോഴായി തനിക്കിഷ്ടപ്പെട്ട ജാനിനോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. നീ എന്താ ചെയ്യുന്നത് എന്ന മട്ടിലൊക്കെ ഇടയ്ക്ക് അവളുടെ വിവരങ്ങൾ അറിയാൻ സ്റ്റീവ് ശ്രമിച്ചെങ്കിലും ഞാൻ ഭക്ഷണമുണ്ടാക്കുന്നു, ചിലപ്പോഴൊക്കെ മുടി കഴുകുന്നു എന്നൊക്കെയുള്ള മറുപടികളായിരുന്നു അവൾ നൽകിയത്. അവന്റെ ഈ ശ്രമങ്ങളും പലപ്പോഴും അവനിങ്ങനെ അവഗണിക്കപ്പെടുന്നതുമൊക്കെ കണ്ട് അവിടെയുള്ള പലരും അവരെ നോക്കി ചിരിക്കുമായിരുന്നു. എന്നിരുന്നാലും ഒരിക്കൽ പോലും അവൻ ഈഗോ കാണിച്ചില്ല. എല്ലായ്പ്പോഴും അവൻ തന്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും അവൻ തന്റെ മുഖത്തെ പുഞ്ചിരി മാച്ചില്ല, പ്രതീക്ഷയും കൈവിട്ടില്ല. പതിയെ പതിയെ അവന്റെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ജാനിന്റെയും മനസ്സ് മാറാൻ തുടങ്ങി. അവനും ഏറെ ഇംപ്രസ്ഡ് ആയി. അങ്ങനെ ഒരു ദിവസം ലഞ്ച് ടൈമിൽ ഞായറാഴ്ച പുറത്തു പോവാൻ നിനക്ക് ഓക്കെയാകുമോ എന്ന തരത്തിൽ സ്റ്റീവ് ചോദിച്ചപ്പോൾ ചിലപ്പോൾ എന്ന മട്ടിൽ അവൾ മറുപടി പറഞ്ഞു. ആ ചിലപ്പോൾ സ്റ്റീവിനെ സംബന്ധിച്ച് വളരെ വലിയൊരു മറുപടിയും ഒരവസരവുമായിരുന്നു. അങ്ങനെ ഞായറാഴ്ചയായി. സ്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം ജാനിനെ ഡേറ്റിനായി കൊണ്ടുപോവേണ്ട അവന്റെ ജീവിതത്തിലെ പ്രധാന ദിവസം. ജാൻ തയ്യാറായി തന്റെ സഹപ്രവർത്തകയ്ക്കൊപ്പം ഡേറ്റിനായി പുറപ്പെട്ടു. സഹപ്രവർത്തക മറ്റൊരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡബിൾ ഡേറ്റ്, ഒരു മൂവി ഡേറ്റ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ സ്റ്റീവിനും ജാനിനും സിനിമയ്ക്ക് പോവണ്ടെന്നായി. എവിടെയെങ്കിലും ഇരുന്ന് അവർക്ക് ഒരുപാട് സംസാരിച്ചാൽ മതി. അങ്ങനെ മൂവി പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് അവർ മുമ്പോട്ട് നടന്നു. ഒരു പാർക്കിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കാര്യം ജാൻ ഡേറ്റിന് വന്നെങ്കിലും ഒന്നും അവളങ്ങ് തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. തന്നെ പറ്റിയുള്ള പല വിവരങ്ങളും അവൾ രഹസ്യമാക്കി തന്നെ വെച്ചു. സംസാരത്തിനിടയിൽ സ്റ്റീവ് പറഞ്ഞു, ഞാൻ എത്രക്കാരനായിരിക്കും എന്ന കാര്യത്തിൽ നിനക്ക് സംശയങ്ങളുണ്ടാകും, ചിലപ്പോൾ ഭയവും കാണും. പക്ഷേ ഇനി നീ അതോർത്ത് ഭയപ്പെടണ്ട. ഞാനെന്തായാലും ഒരു മോശം വ്യക്തിയല്ല എന്ന കാര്യം നിനക്ക് ഉറപ്പു തരാം. ജാനിനും അത് മനസ്സിലായിരുന്നു. താൻ കണ്ടിട്ടുള്ള മറ്റ് വ്യക്തികളെ പോലെയല്ല സ്റ്റീവ്, നേർമയുള്ള നല്ലൊരു മനുഷ്യനാണ്. കഥ അവിടെ നിന്നും വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഹോസ്പിറ്റലിൽ 3 സ്ത്രീകളും വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങോട്ടേക്കൊരു സ്റ്റാഫ് എത്തി പറഞ്ഞു, അദ്ദേഹം കണ്ണു തുറന്നിട്ടുണ്ട്. ഉടനടി അദ്ദേഹത്തെ കാണുവാൻ അവർ പുറപ്പെട്ടു ചെന്നു. കണ്ണു തുറന്ന അദ്ദേഹത്തെ, ചെറിയ ഇംപ്രൂവ്മെന്റ് ഉള്ള അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് ആശ്വാസം തോന്നിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. നിങ്ങൾ സുഖപ്പെട്ടു വരും എന്നവർ ഓരോരുത്തരും അദ്ദേഹത്തോടായി പറഞ്ഞു.
പറഞ്ഞു. കഥ അവിടെ നിന്നും വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. ഒരു ദിവസം സ്റ്റീവിനെ ജാനിന്റെ വീട്ടിൽ ലഞ്ചിന് ക്ഷണിച്ചു. ജാനിന്റെ അച്ഛന് മിലിറ്ററി പേഴ്സൺസിനെ അവൾ ഡേറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞിരുന്നത് സ്റ്റീവ് തന്റെ ഒരു സുഹൃത്ത് മാത്രമാണ് എന്ന തരത്തിലായിരുന്നു. അങ്ങനെ അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. ജാനിന്റെ അമ്മയ്ക്ക് സ്റ്റീവിനെ നന്നെ ബോധിച്ചിരുന്നു. സ്റ്റീവിനെ ഓക്കെയുമായിരുന്നു. പക്ഷേ ജാനിന്റെ അച്ഛന് സ്റ്റീവിനെ അത്രയങ്ങ് രസിച്ചില്ല. അദ്ദേഹം അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അത് വ്യക്തമായിരുന്നു. കഥ അവിടെ നിന്നും 6 മാസ കാലയളവിനപ്പുറത്തേക്ക് പോകുന്നു. ജാനും സ്റ്റീവും അപ്പോഴും ഡേറ്റിംഗിലാണ്. ഇരുവരും ഒരുപാട് അടുത്തു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം ജാൻ പള്ളിയിൽ പോയപ്പോൾ സ്റ്റീവിന്റെ സുഹൃത്ത് റോബർട്ടിനെ കണ്ടു. അവർ തമ്മിലൊന്ന് സംസാരിച്ചു. താൻ കാണുന്ന പോലെ അച്ഛൻ സ്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയായേനെ എന്നവൾ അല്പം വേവലാതിയോടെ പറഞ്ഞു. ജാനിന്റെ അച്ഛന് സ്റ്റീവിനെ ഇഷ്ടമല്ലല്ലോ, അതൊന്നും മാറിയെങ്കിൽ എന്നവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ജാനിന്റെ അച്ഛൻ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് റോബർട്ടിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ റോബർട്ട് ചോദിച്ചു, അത് സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്ര നാൾ നീ ഇങ്ങനെ കാത്തിരിക്കുമെന്ന് വെച്ചിട്ടാണ്? കൃത്യമായൊരു ഉത്തരം പറയാൻ ജാനിന് പറ്റുമായിരുന്നില്ല. ജാൻ പറഞ്ഞു, എത്ര നാൾ വേണമോ അത്ര നാളും ഞാൻ കാത്തിരിക്കും. അങ്ങനെ ഒരിക്കൽ ജാനിന്റെ വീട്ടിൽ സ്റ്റീവിനെ ഡിന്നറിന് ക്ഷണിച്ചു. അന്നും ഏവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതിനിടയിൽ സ്റ്റീവും ജാനും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി നല്ല രീതിയിൽ സംശയം ജാനിന്റെ അച്ഛന് തോന്നിയിരുന്നു. അന്ന് സ്റ്റീവ് ഇറങ്ങാൻ നേരം ജാനിന്റെ അച്ഛൻ സ്റ്റീവിനോട് പറഞ്ഞു, വീട്ടിലെ ഗരേജ് ഒന്ന് ക്ലിയർ ചെയ്യാൻ എന്നെ സഹായിക്കാമോ? സ്റ്റീവിന് ഒറ്റയടിക്ക് യെസ് പറയാൻ സാധിച്ചില്ല. പക്ഷേ നോ പറയാനും അവൻ മടിച്ചിരുന്നു. ഗരേജ് ക്ലിയർ ചെയ്യുക എന്നത് വളരെ വലിയൊരു ടാസ്ക് ആണ്. അവനാണെങ്കിൽ ഒരുപാട് നേരം അവിടെ അങ്ങനെ തുടരാനും പറ്റില്ല. രാവിലെ മിലിറ്ററി അക്കാഡമിയിൽ മോർണിംഗ് ഷെഡ്യൂൾ ഉണ്ട്. അതൊക്കെ മാറി മറിയും. തനിക്ക് മോർണിംഗ് ക്ലാസ് ഉള്ള കാര്യമൊക്കെ അവൻ അവിടെ വെച്ച് പറഞ്ഞു. ജാൻ വന്ന് അവനോട് പൊക്കോളാൻ പറഞ്ഞെങ്കിലും സ്റ്റീവിനതങ്ങനെ വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റുമായിരുന്നില്ല. ഒരുപക്ഷെ ജാനിന്റെ അച്ഛൻ തന്നെ പരീക്ഷിക്കുന്നതാണെങ്കിലോ തന്നെ വീട്ടുകാര്യങ്ങൾക്കും മറ്റും കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റിയ അവസരമാണ്. ജാനിന്റെ അച്ഛനോട് താൻ സഹായിക്കാമെന്നേറ്റു. എന്തായാലും അന്നത്തെ കാര്യങ്ങൾ സ്റ്റീവ് ഭംഗിയായി ചെയ്തു. അടുത്ത ദിവസം റോബർട്ടിനോട് ഇക്കാര്യങ്ങൾ അവർ സംസാരിച്ചു. റോബർട്ട് പറഞ്ഞു, ജാനിന്റെ അച്ഛൻ ഉറപ്പായും നിന്നെ പരീക്ഷിച്ചതാവണം. നിന്റെ ഉദ്ദേശങ്ങളൊക്കെ പ്യുവർ തന്നെയാണോ, അതോ സീനിയർ ഓഫീസറുടെ മകളെ സ്നേഹിച്ച് അധികാരത്തിലൊക്കെ കയറിപ്പറ്റാൻ വേണ്ടിയാണോ എന്ന്. അടുത്തൊരു ദിവസം സ്റ്റീവ് ജാന്റെ അച്ഛനെ തോട്ടത്തിൽ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അന്ന് പക്ഷേ അവിടെ വെച്ച് ഇരുവരും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. നീയും ജാനും തമ്മിൽ വെറും സൗഹൃദമല്ല ഉള്ളത് എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് നടക്കില്ല. നീ വെറും ഒരു പാവത്താനാണ് എന്നായിരുന്നു ജാന്റെ അച്ഛൻ പറഞ്ഞത്. അടുത്ത ദിവസം മിലിറ്ററി അക്കാഡമിയിൽ ഗേറ്റ് കീപ്പറായി സ്റ്റീവ് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് തന്റെ വണ്ടിയിൽ മിലിറ്ററി വേഷത്തിൽ ജാന്റെ അച്ഛൻ കടന്നു വന്നു. എല്ലാവരും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റീവിനെ നന്നായൊന്ന് നോക്കി അദ്ദേഹം അകത്തേക്ക് ഡ്രൈവ് ചെയ്തു പോയി. സ്റ്റീവും ജാനും പ്രണയത്തിലാണ് എന്ന കാര്യം ഏറെക്കുറെ അന്വേഷിച്ച് ജാനിന്റെ അച്ഛൻ അറിഞ്ഞിരുന്നു. അന്ന് ജാന്റെ അച്ഛൻ വീട്ടിലേക്ക് എത്തി ജാനിനെ എതിരിട്ടു. കഴിഞ്ഞ 6 മാസമായി നീ എന്നോട് നുണ പറയുകയായിരുന്നു. നീയും ആ സ്റ്റീവും തമ്മിൽ പ്രണയത്തിലല്ലെന്ന്. ഇപ്പോൾ എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇനി മേലാൽ നീ അവനെ പോയി കണ്ടുപോകരുത്, അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരികയാണ്. ആശുപത്രിയിൽ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. സ്റ്റീവിന്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നു. വേദനയിലൂടെയാണ് സ്റ്റീവ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പിൻവലിച്ചാൽ ഏതു നിമിഷവും സ്റ്റീവ് മരണപ്പെടാം. അതിൽ ഫാമിലിയാണ് തീരുമാനമെടുക്കേണ്ടത്. ആശുപത്രി അധികൃതർ ഫാമിലിയുമായി ഡിസ്കഷൻ നടത്തി എന്ത് വേണമെന്ന് തീരുമാനമറിയിക്കാൻ പറഞ്ഞു. കഥ അവിടെ നിന്നും പാസ്റ്റിലേക്ക് പോകുന്നു. അച്ഛൻ വിലക്കിയ ശേഷം ജാൻ അങ്ങനെ സ്റ്റീവിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഒരു രാത്രിയിൽ സ്റ്റീവ് കാറുമായി ജാന്റെ വീടിന് പുറത്തെത്തി. ആരും കാണാതെ ജാൻ സ്റ്റീവിന്റെ വണ്ടിയിൽ കയറി. സ്റ്റീവ് ജാനോട് പറഞ്ഞു, തന്നെ ഇവിടെ നിന്നും നിർബന്ധിതമായി ഒമാഹയിലേക്ക് സ്ഥലം മാറ്റുകയാണ്. അതിനു മുമ്പ് നമുക്ക് വിവാഹം കഴിക്കണം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല. ജാൻ വേദനയോടെ പറഞ്ഞു, അച്ഛന്റെ അനുഗ്രഹമില്ലാതെ എങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും? സ്റ്റീവ് ചിരിക്കുക മാത്രം ചെയ്തു. സ്റ്റീവ് പറഞ്ഞു, അച്ഛന്റെ അനുഗ്രഹം ഞാൻ നേടിയെടുക്കും. അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്കൊരു ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്നിറങ്ങിയത് ജാന്റെ അച്ഛനായിരുന്നു. ദേഷ്യത്തോടെ പുറത്തിറങ്ങിയ ജാന്റെ അച്ഛൻ അന്ന് ജാനെ അവിടെ നിന്ന് കൊണ്ടുപോയി. സ്റ്റീവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊക്കെ ഞാൻ മറക്കും എന്ന് നീ കരുതണ്ട. അടുത്ത ദിവസം ജാന്റെ അച്ഛൻ തോക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് സ്റ്റീവ് വന്നു. അദ്ദേഹത്തോട് തനിച്ച് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീവും ജാന്റെ അച്ഛനും പുറത്തേക്കിറങ്ങി. ജാന്റെ അച്ഛന്റെ കയ്യിൽ അപ്പോഴും തോക്കുണ്ടായിരുന്നു. സ്റ്റീവ് ജാന്റെ അച്ഛനോട് കാര്യങ്ങൾ വിശദമാക്കി. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ അവളെ വിവാഹം കഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം അറിയിച്ചു. ജാന്റെ അച്ഛൻ പ്രതികരിച്ചില്ല, മറിച്ച് സ്റ്റീവിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു
ബോട്ടിൽ വെച്ചിട്ടുണ്ട്. തന്റെ തോക്ക് അവന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം പറഞ്ഞു, നീ ആ ബോട്ടിൽ 2 വെടിയുണ്ട കൊണ്ട് വെടിവെച്ച് വീഴ്ത്തുകയാണെങ്കിൽ, തകർക്കുകയാണെങ്കിൽ എന്റെ അനുഗ്രഹത്തോടെ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കാം. സ്റ്റീവ് തോക്ക് വാങ്ങി ആദ്യത്തെ വെടിയുതിർത്തു. പക്ഷേ ബോട്ടിൽ പൊട്ടിയില്ല, വെടിയുണ്ട മിസ്സായി. പിന്നാലെ ജാൻഡി അച്ഛൻ സ്റ്റീവിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. താൻ ട്രാൻസ്ഫർ ആവുന്ന കാര്യം സ്റ്റീവ് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത്ര ദൂരെയാണെങ്കിൽ നിനക്കൊരിക്കലും എന്റെ മകളോട് ലോയലായിരിക്കാൻ പറ്റില്ല. നിങ്ങൾ കരുതുന്ന പോലല്ല, ഞാൻ അത്തരക്കാരനല്ല. എത്ര നാൾ വേണമെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും, സ്റ്റീവ് ധൈര്യത്തോടെ പറഞ്ഞു. പക്ഷേ ഇതിനിടയിൽ 2ാമത്തെ വെടിയുണ്ടയും സ്റ്റീവ് മിസ് ചെയ്തിരുന്നു. ജാൻഡി അച്ഛൻ കൊടുത്ത അവസരം സ്റ്റീവിന് നഷ്ടപ്പെട്ടു. ബോട്ടിൽ തകർക്കാൻ അവന് സാധിച്ചില്ല. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. വയസ്സായ ജാൻ സ്റ്റീവിനോട് സംസാരിച്ചു. കിടക്കയിൽ കിടക്കുന്ന സ്റ്റീവിനടുക്കൽ ജാൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചവരല്ലേ നമ്മൾ? എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? തന്റെ കണ്ണുകൊണ്ട് സ്റ്റീവ് ജാനിനോട് സംസാരിച്ചു. ജാന് വളരെ കൃത്യമായി സ്റ്റീവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജാൻ തന്റെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചുകൂട്ടി. അവരൊന്നിച്ചു പ്രാർത്ഥിച്ചു. സ്റ്റീവിന്റെ കൂട്ടുകാരൻ റോബർട്ടായിരുന്നു പ്രാർത്ഥിക്കാനെത്തിയത്. കഥ അവിടെ നിന്നും വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. സ്റ്റീവ് അന്ന് ജാനിനെ കണ്ട് സംസാരിച്ചു. അച്ഛന്റെ അനുഗ്രഹം കിട്ടും എന്ന് തോന്നുന്നില്ല, നമുക്ക് പിരിഞ്ഞേക്കാം, അവൻ അവളോടായി പറഞ്ഞു. ജാനത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ അച്ഛനോട് ജാൻ അന്ന് ദേഷ്യപ്പെട്ടു. ഒരിക്കലും അച്ഛനോട് താൻ ക്ഷമിക്കില്ല എന്ന് ജാൻ അന്ന് മുഖത്തു നോക്കി പറഞ്ഞു. പിന്നെയാണ് ജാന്റെ അമ്മ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അവരും പണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. അന്ന് തങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ബുദ്ധിമുട്ടുകളല്ലേ നമ്മുടെ മകളും അനുഭവിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. അവരുടെ വാക്കുകളും സംസാരവും ജാന്റെ അച്ഛന്റെ മനസ്സ് മാറ്റി. സ്റ്റീവും ജാനും തമ്മിലുള്ള വിവാഹത്തിന് അദ്ദേഹം സമ്മതിച്ചു. അടുത്ത ദിവസം അക്കാഡമിയിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം സ്റ്റീവിനെ ചെന്ന് കണ്ടു. സ്റ്റീവിനടുക്കൽ താൻ വെടിവെച്ച് തകർക്കാൻ പറഞ്ഞ ആ കുപ്പി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ കുപ്പിയിൽ ഞാനൊരു ഹോളിട്ടിരുന്നു, നിനക്കൊരിക്കലും അത് തകർക്കാൻ സാധിക്കില്ല. തന്റെ സമ്മതം അദ്ദേഹം അവനെ അറിയിക്കുകയായിരുന്നു. അധികം വൈകാതെ ഏറെ ആഘോഷപൂർവ്വം സ്റ്റീവിന്റെയും ജാന്റെയും വിവാഹം നടന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. അതേ സ്റ്റീവും ജാനുമായിരുന്നു നീണ്ടകാലം സന്തോഷത്തോടെ ജീവിച്ച് അവരുടെ വാർദ്ധക്യത്തിൽ എത്തിയിരുന്നത്. അവർക്കാണ് അപകടം സംഭവിച്ചത്. അവരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. പ്രാർത്ഥനകൾക്കൊടുവിൽ വേദനകളിൽ നിന്നും മുക്തമാക്കി സ്റ്റീവിനെ ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളിൽ നിന്ന് അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. സ്റ്റീവും ജാനിനോട് ആവശ്യപ്പെട്ടത് അത് തന്നെയായിരുന്നു. അധികം വൈകാതെ സ്റ്റീവ് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. എല്ലാ ചടങ്ങുകൾക്കും ശേഷം ജാനും മക്കളും അവരുടെ വീട്ടിലേക്കെത്തി. വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ മക്കൾ ജാനിനോട് ചോദിച്ചു, അമ്മ ഓക്കെയാണോ? ജാൻ പറഞ്ഞു, ഞാൻ പതിയെ ഓക്കെയാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ ഒന്നിച്ച് വീട്ടിലേക്ക് നടക്കുന്നിടത്ത് ജാന്റെ ജീവിതം തുടരുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.